ഔദ്യോഗിക ചടങ്ങുകൾ ഇനി വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാണ്. ദേശീയ പതാക ഉയർത്തൽ, രാഷ്ട്രപതിയുടെ സന്ദർശനം, രാഷ്ട്രപതിയുടെ അഭിസംബോധന തുടങ്ങിയ ചടങ്ങുകളിലാണ് വന്ദേമാതരം നിർബന്ധമാക്കിയത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട്. വിനിത വിജയൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനിത, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിക്കേണ്ട ചടങ്ങുകളിൽ ഇനി വന്ദേമാതരം എന്നുള്ളതാണോ? അത് ഈ പുതിയതായി വന്ന ഈ ഒരു സർക്കുലർ പറയുന്നതിന്റെ വ്യക്തമായി പറയുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്? ക്രിസ്റ്റീന, ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കേണ്ട ചടങ്ങുകളിൽ ആദ്യം ആലപിക്കേണ്ടത് വന്ദേമാതരം ആണെന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഇനി വന്ദേമാതരം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അത് പതാക ഉയർത്തൽ, രാഷ്ട്രപതിയുടെ സന്ദർശനം, രാഷ്ട്രപതിയുടെ അഭിസംബോധന തുടങ്ങിയ ചടങ്ങുകളിൽ വന്ദേമാതരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങളിലുള്ള 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള പതിപ്പാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഗവർണർമാരുടെ പരിപാടികളിലും വന്ദേമാതരം നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ദേശീയ ഗാനവും ഒപ്പം തന്നെ ഈ ദേശീയ ഗീതവും ചൊല്ലുന്ന ചടങ്ങുകളിൽ വന്ദേമാതരമാണ് ആദ്യം ആലപിക്കേണ്ടതെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ സിനിമകളിലോ ഡോക്യുമെന്ററികളിലോ ദേശീയ ഗീതം ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സമയം പ്രേക്ഷകർ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലേക്ക് വന്ദേമാതരം ആലപിക്കുമ്പോൾ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ദേശീയ ഗീതം ആലപിക്കാവുന്ന ചടങ്ങുകളുടെ പട്ടികയിൽ ഈ സ്കൂൾ അസംബ്ലികളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ദേശീയ ഗീതത്തിന്റെ 150ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.